യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. ഫുഡ് കൊടുത്തു, വേണ്ടതെല്ലാം കൊടുത്തു, സൗഖ്യം വേണ്ടവർക്ക് സൗഖ്യം കൊടുത്തു. ഓരോ വിഷയം അവരേത് വിഷയവുമായിട്ട് കർത്താവിൻ്റെ സന്ധിയിൽ വന്നു അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്തു? കാര്യത്തിലേക്ക് കടക്കുമ്പോഴാണ് പ്രശ്നം. കാര്യത്തിലേക്ക് കടന്നപ്പോൾ വളരെ സമർപ്പണത്തോടുകൂടി തീരുമാനമെടുത്തവർ പോലും പറഞ്ഞു, ഇത് കട്ടിയായ വചനം, ആർക്കിതനുസരിക്കാൻ പറ്റും? ഇത്രയും കട്ടിയാന്ന് അറിഞ്ഞില്ല. ആദ്യം ഗിരിപ്രഭാഷണമൊക്കെ കേട്ട് കഴിഞ്ഞ് വളരെ യാത്ര ചെയ്ത് അവിടെ ഇരിക്കുമ്പോൾ അപ്പോൾ എത്ര ദിവസം വരെ ഇരിക്കാൻ റെഡിയാണ്. കാര്യം ഭാര്യയും മക്കളും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ കർത്താവ് യേശുവിൻ്റെ അടുത്ത് വന്നാൽ എന്ത് ചെയ്യും? യുവർ നീഡ്സ്, നിൻ്റെ ആവശ്യങ്ങൾ നിറവേറും. ഇപ്പോഴും ദൈവദാസന്മാർ എവിടെ നിൽക്കുന്നത്? ദൈവദാസന്മാരുടെ പ്രസംഗ വിഷയം എവിടെ നിൽക്കുക? ആ കർത്താവ് ശുശ്രൂഷ തുടങ്ങിയ ആദ്യത്തെ ദിവസങ്ങളിൽ നിൽക്കുക. ക്രൂശിൻ്റെ അടുത്തോട്ടൊന്നും വന്നിട്ടില്ല. ആ ഫസ്റ്റ് ഡേയിൽ നിൽക്കുക. യുവർ നീഡ്സ്, സൗഖ്യം വേണോ? യേശുവിൻ്റെ അടുത്ത് വന്നാൽ മതി. ആഹാരം വേണോ? യേശുവിൻ്റെ അടുത്ത്. ഉടുപ്പ് വേണോ? ഭവനം വേണോ? വാഹനം വേണോ? കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ. അപ്പം ഈ നീഡ്സിൻ്റെ വിഷയത്തിൽ നിൽക്കുക. ജാതികളും അവർ സേവിക്കുന്ന ആത്മാക്കളെ സേവിക്കുന്നത് എന്തിനാ ദൈവമക്കളെ? ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി. നീഡ്സ്, വേൾഡ്ലി നീഡ്സ്. ഞാനും എൻ്റെ യേശുവുമായിട്ടുള്ള ബന്ധം അവരും അവരുടെ മൂർത്തിയുമായിട്ടുള്ള ബന്ധം പോലാണെങ്കിൽ പിന്നെ എന്തിനാ ദൈവമക്കളെ രക്ഷിക്കപ്പെട്ടത്? അതിനാണോ നമ്മളെ വിളിച്ചത്? അതിനാണോ ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ മുഖത്ത് തുപ്പി നഗ്നനായി ഈ വിലയെല്ലാം കൊടുത്തത് എൻ്റെ ആവശ്യങ്ങൾ നിറവേറാനാണോ? എൻ്റെ ഭൗമിക ലോകത്തിൽ ഈ താൽക്കാലിക ജീവിതത്തിൽ ആവശ്യം, അതോ എൻ്റെ അകത്തെ മനുഷ്യനെ പണിയാനാണോ? ബൈബിൾ വ്യക്തമായി പറയുന്നു, മനുഷ്യപുത്രൻ വന്നത് നിൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ്. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന ദ സൺ ഓഫ് മാൻ ഓർ സൺ ഓഫ് ഗോഡ് ഹാസ് കം ടു ഡിസ്ട്രോയ് ദ വർക്ക്സ് ഓഫ് ഫ്ലഷ് ഇൻ അസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതാരും വചനം പഠിപ്പിക്കുന്ന ആ ഒരു തീം എഴുതി വെച്ച് ആരെങ്കിലും കൺവെൻഷൻ പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പുറയിൽ ആ ഒരു പോസ്റ്ററും ബാനറും എഴുതി വെച്ചിട്ട് യേശു വന്നത് എന്തിനാണ്? ആവശ്യങ്ങൾക്കല്ല. മീറ്റിങ്ങിന് വന്നാൽ യേശുവിൻ്റെ അടുത്ത് വന്നാൽ വയറ് നിറച്ച് വിടും എന്നുള്ളത് വേറെ ഭാഗമാണ്. പക്ഷെ വയറ് നിറയാനല്ല യേശുവിൻ്റെ അടുത്ത് വന്നത്. യേശുവിൻ്റെ അടുത്ത് വരുന്നത് എന്തിനായിരിക്കണം? നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഓരോന്ന് അഴിപ്പാൻ. അത്ര എളുപ്പമുള്ള കാര്യമല്ല ദൈവമക്കളെ. ഈ ജഡത്തിൻ്റെ പാരമ്പര്യ സ്വഭാവങ്ങൾ അഴിപ്പാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് വളരെ കൃപ വേണം, അതിനനുസരിക്കാൻ ഒരു മനസ്സ് വേണം, അതിന് താഴ്മ വേണം. ഓരോ തീരുമാനം എടുക്കുമ്പോൾ ഇളകും പിശാച്. എന്ത് ചെയ്യും? ഈ പിശാച് ഈ ഓരോ തീരുമാനം എടുക്കുവാന്ന് പറയുമ്പോൾ എന്തോ ശരിക്കും എൻ്റെ ഉള്ളിൽ നടക്കുന്നത്. നിങ്ങളൊന്ന് എക്സ്റേ കണ്ണിൽ കൂടെ നോക്കുക. എൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു ജഡത്തിൻ്റെ പ്രവൃത്തി കുറേ നാളായിട്ട് പോകുന്നില്ല. എൻ്റെ ഒരു പാരമ്പര്യ സ്വഭാവമായിക്കോട്ടെ, ഒരു അതെവിടെ പാത്തിരിക്കുന്നത്? അത് ആ ജഡത്തിൽ ഒരു വെളിച്ചം പ്രവേശിക്കാതെ ഞാൻ തന്നെ അതിനെ അവിടെ വെച്ചിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ട്. അപ്പം വെളിച്ചം അങ്ങോട്ട് കടത്തി വിടാത്ത ഒരു അന്ധകാരമുള്ള ഭാഗത്തിൽ പിശാച് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഈ പഴയ സ്വഭാവമോ ജഡിക സ്വഭാവമോ ദൈവത്തിന് പ്രസാദമല്ലാത്ത, പലപ്പോഴും അത് നിമിത്തം കർത്താവിന് പ്രശ്നമായി തീരുന്ന ഈ ജഡ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? അപ്പം ഞാൻ അങ്ങോട്ട് അനുവദിക്കുമ്പോൾ, ആ ഏരിയയിൽ വെളിച്ചം കയറാൻ അനുവദിക്കുമ്പോൾ പിശാചിന് പിന്നെ അവിടെ ഇരിക്കുവാൻ, അന്ധകാരമുണ്ടെങ്കിലും പിശാചിന് ഇരിക്കാൻ പറ്റും. പിശാചിന് പിന്നെ അവിടെ ഇരിക്കുവാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ലെന്നേ. അപ്പോൾ പിശാച് പോയാലേ പറ്റും. പിശാചിനൊരു സ്വഭാവമുണ്ട്. അതിന് യേശു ഭൂതത്തെ വിട്ടാലും ഞാനോ വേറെ ഏത് ദൈവദാസനും ഭൂതത്തെ ഇറക്കി വിട്ടാലും അതൊരു പണി ചെയ്തിട്ടേ പോകത്തുള്ളൂ. അത് എന്തെങ്കിലും നല്ല പണിയല്ല ചെയ്യുന്നത്, ഒരു നാശം ചെയ്തിട്ടേ അത് പോകത്തുള്ളൂ. നമ്മൾ കണ്ടിട്ടുള്ള യേശു ഭൂതത്തെ ഇളക്കി വിട്ടപ്പോഴും എന്തോ ചെയ്തത്? പന്നിയുടെ മേൽക്ക്. പന്നി എന്ന് പറഞ്ഞാൽ അന്നത്തെ അവരുടെ വരുമാനം, ആ ഒരു കൂട്ടരുടെ. യഹൂദന്മാർ വളർത്തത്തില്ലെന്നേ ഉള്ളൂ, അവർ ആടുമാടുകളെ വളർത്തുന്നത്. പക്ഷെ ആ ദേശത്തുണ്ടായിരുന്നുകൊണ്ട് ഒരു വരുമാനമാണ്. ആ വരുമാനത്തിന് വളർത്തുന്ന പന്നിക്കൂട്ടം, ഒരു കാറ്റിൽ പോലെ, അതിൻ്റെ മേൽ ഭൂതം കയറി 1-2 പോയി വെള്ളത്തിൽ ചാടി എന്നല്ല ബൈബിൾ എന്തോ പറയുന്നത്, കൂട്ടത്തോടു കൂടി പോയി വെള്ളം ചത്ത് എല്ലാം കൂടി എന്തൊക്കെ നാശമാണ്. അതെല്ലാം കൂടി ചത്തിട്ട് ആ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു.
അത് എന്ത് വെപ്രാളം കാണിച്ച് കാണും. ഈ അല്ലേ തന്നെ പന്നിയെ അടിച്ച് കൊല്ലുമ്പോൾ അടിച്ചാൽ പന്നിയെ പണ്ടൊക്കെ കൊല്ലുന്നു, ഇപ്പോഴെങ്ങനെ സ്ലോട്ടർ ഹൗസ് ഉള്ളപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഈ അടിച്ച് കൊല്ലുമ്പോൾ അത് കാണിക്കുന്ന ഒരു വെപ്രാളം, അത് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് ഈ അമർച്ച കേൾക്കുമ്പോൾ അറിയാം പന്നി ആരാണ്ട് അടിച്ചു കൊല്ലുമെന്ന്. അത്രയും കിടന്ന് വെപ്രാളം കാണിക്കുന്ന ഒരു സാധനമാണ് പന്നി. ഈ കൂട്ടത്തോടുകൂടി പന്നി ആ വെള്ളത്തിൽ മുങ്ങിച്ചത്തപ്പോൾ അത് ആ വെള്ളവും നശിപ്പിച്ച് ഇങ്ങനെ വെപ്രാളത്തിൽ ചാകുമ്പോൾ മലമൂത്ര വിസർജനവും എന്തൊക്കെ അതിനവിടെ നാശിപ്പിക്കാമോ ആ നാശമെല്ലാം അവിടെ കാണിച്ചിട്ടുണ്ട്. കൂട്ടമാണ് ആ വെള്ളം നശിപ്പിച്ചു. ആ വെള്ളത്തിലൊന്നും ഇനി ആർക്കും ഇത്രയും പണി കാണിച്ചു. അവരുടെ ഉടമസ്ഥർക്ക് നഷ്ടവും ഉണ്ടാക്കിയിട്ടാണ് പിശാച് വിട്ടുപോയത്. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ചിലർ പറയും എനിക്ക് പോരാട്ടമൊന്നുമില്ല. കാരണം എന്നാണെന്നറിയാം, നിങ്ങൾ എല്ലാ ദിവസവും വന്ന്, നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, പൊതുവേ പ്രശ്നമില്ലാത്തവർക്ക് അവരെ എല്ലാ ദിവസവും വന്ന് കേൾക്കും, ആ തീരുമാനമെടുക്കും, അങ്ങ് പോകും. പിന്നെ അത് പാലിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. സ്തോത്രം. അങ്ങനെ അത് നടക്കുന്നുണ്ടാണ്. ശരിക്കും നിങ്ങൾ കേൾക്കുന്ന വചനം അനുസരിച്ച് ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുവാണെങ്കിൽ പിശാച് ആ ഏരിയയിൽ ഒരു പണി നടക്കുക, പിന്നെ എനിക്ക് ആ വിഷയം വേണ്ട, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുക, ദൈവ ഇഷ്ടത്തിനായിട്ട് സമർപ്പിക്കുക. പിശാച് വെറുതെ അടങ്ങിയിരിക്കുമോ? അതവിടെ കിടന്ന് ഇളകും, പിരി ഇളകും. അതൊരു സീൻ ഉണ്ടാക്കിയിട്ടേ അത് പോകത്തുള്ളൂ. അപ്പോൾ ഓരോ സീൻ ഉണ്ടാകുമ്പോൾ ഓർത്തോണം, ഓരോ വിഷയത്തിനും എന്തുവാ വിടുതൽ കിട്ടുക. സ്തോത്രം. ഹാലല്ലേ. അത് പോട്ടെ, സീനുണ്ടാക്കി അത് അതിൻ്റെ പാട്ടിന് പോട്ടെന്നേ. ഹാലല്ലേ. നമുക്ക് എന്തുവാ, ആർക്ക് വിടുതൽ കിട്ടി അവർ ദൈവത്തെ സ്തുതിച്ചോണം ആ ഏരിയയിൽ. അപ്പം ഇങ്ങനെയാണ് നമ്മളെ തന്നെ പണിയപ്പെടുന്നത്. ഇത് എൻ്റെ ജീവിതത്തിൽ പണി നടക്കുവാൻ ആര് ഉത്സാഹിക്കണം? എൻ്റെ ഭാര്യ വിചാരിച്ചാൽ നടക്കുമോ? അപ്പനും അമ്മയും ഇവിടെ ഇരിക്കുന്നത് അവർ വിചാരിച്ചാൽ നടക്കുമോ? മക്കൾ വിചാരിച്ചാൽ നടക്കുമോ? നിങ്ങൾ വിചാരിച്ചാൽ നടക്കുമോ? എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ ഇതാണ് ഈ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞാനും ദൈവവുമായിട്ട് സംസാരിക്കേണ്ട വിഷയങ്ങൾ. സ്തോത്രം. അല്ലാതെ എനിക്ക് തരണമേ, ഇന്ന വിഷയം തരണമേ എൻ്റെ ആവശ്യങ്ങളല്ല. വ്യക്തിപരമായിട്ട് എൻ്റെ ഉള്ളിൽ കൂടുതൽ വെളിച്ചം കയറുവാൻ, എന്നെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കുവാൻ. പ്രൈസ് ഗോഡ്. ഈ വചനങ്ങളെല്ലാം അതിനു വേണ്ടിയായി തീർത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച 2-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്? വല്ല ഐക്യതയുണ്ടെങ്കിൽ, ആശ്വാസമുണ്ടെങ്കിൽ, പ്രബോധനമുണ്ടെങ്കിൽ, ഉണ്ടാകണം. സ്തോത്രം. ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ഏക മനസ്സോടുകൂടി ആണ് എൻ്റെ സന്തോഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പൂർണ്ണമാക്കേണ്ടത്. പിന്നെ താഴോട്ട് വരുമ്പോൾ ശാഠ്യം, ദുരഭിമാനം ആത്മീയമായിട്ട് നമ്മളെ വളരുവാൻ തടസ്സമായി നിൽക്കുന്ന ഏരിയകൾ. സ്തോത്രം. അതുകൊണ്ട് ആ ഏരിയകളെല്ലാം സ്വർഗീയ പണി നടന്നേലേ കഴിയത്തുള്ളൂ. എന്നിട്ട് താഴോട്ട് വന്നിട്ട് യേശുവിൻ്റെ മനസ്സായി തീരണം എന്നാണ് അവസാനം 5-ാമത്തെ വാക്യത്തിൽ വരുന്നത്. ഓരോരുത്തരും ശാഠ്യം, ദുരഭിമാനം, ഈ സ്റ്റബേൺനെസ് ഒക്കെ മാറ്റണം. സ്റ്റബേൺനെസ് എപ്പോഴാണ് വരുന്നതെന്നറിയാം? പരിശുദ്ധാത്മാവ് എന്നെ പണിയുവാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്യുന്നത് ശരിയാണ്, എന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം നീതീകരിക്കാൻ എന്തെങ്കിലും അങ്ങ് പറഞ്ഞ് ഞാൻ തന്നെ അങ്ങ് ചിന്തിക്കുക, എന്തുവാ ഞാൻ ചെയ്യുന്ന കാര്യം തെറ്റല്ലല്ലോ, പിന്നെ എന്തിനാ ഈ ഏരിയയിൽ ഒരു മാറ്റം വേണ്ടത്? പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ആ മനസാക്ഷിക്കുത്ത് വരാതിരിപ്പാൻ, അതിനെ ഓവർകം ചെയ്യാൻ ഞാൻ തന്നെ അതിനെ അങ്ങ് ബൈബിൾ ഭാഷയിൽ, യേശുവിൻ്റെ ഭാഷയിൽ സ്വയനീതിക്കാർ. ഈ കപടഭക്തിക്കാരെ എന്തുവാ വിളിച്ചത്? സ്വയനീതിക്കാർ. അപ്പോൾ ഈ സ്വയനീതി വെച്ചിട്ട് ഞാൻ തന്നെ എന്തുവാ ചെയ്യുന്നത്? അപ്പോൾ ഈ ശാഠ്യം, ദുരഭിമാനം, ഈ സ്റ്റബേൺനെസ് ഒന്നും ഉള്ളിടത്തോളം കാലം ഞാൻ വളരത്തില്ല എന്ന് പറഞ്ഞാണ് 5-ാമത്തെ വാക്യം, ഏറ്റവും പ്രധാന വാക്യം. ക്രിസ്തുവേശുവിലുള്ള അതേ ഭാവം തന്നെ എന്ത് ചെയ്യണം? നിങ്ങളിലുമുണ്ട്. ലെറ്റ് ദ സെയിം മൈൻഡ് ഓഫ് ജീസസ് ബി ഇൻ യു. പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ സ്തോത്രം, യേശുവിൻ്റെ അതേ ഭാവമായി. യേശു എന്തുവാ ചെയ്തത്? താഴോട്ടെല്ലാം വരുമ്പോൾ സെൽഫ് ഡിനയലായില്ലേ? സ്വന്തം ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്തു? ഇല്ലാതായി. പിതാവിൻ്റെ ഇഷ്ടം. നിങ്ങൾ മനസ്സിലാക്കണം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നാണ്. സ്തോത്രം. കർത്താവ്, വലിയവനായ ദൈവമാണ് നമ്മളെ ന്യായം വിധിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ 3 കസേര ഇട്ടിട്ട് അങ്ങനെ ഒരു ന്യായവിധി അല്ല ബൈബിളിൽ നമ്മൾ കാണുന്നത്. അത് കംപ്ലീറ്റ്ലി മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലനോട് പറയുന്നത്, നീ കണ്ടത് നീ ആ നാളത്തേക്ക് എന്ത് ചെയ്യ്? മുദ്രയിടും. അത് നീ ഇപ്പം വെളിപ്പെടുത്തണ്ട.
നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ദൈവം 3 പേഴ്സണാലിറ്റിയിലാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം യേശു ഓരോ പ്രാവശ്യവും പൂർണ്ണമായിട്ട് പിതാവിന് സമർപ്പിച്ചു, പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു എന്ന് പറഞ്ഞാൽ കാരണം വേറെ ഒന്നുമല്ല, യേശു എനിക്കും നിങ്ങൾക്കും നമുക്കൊരു മാതൃകയായിട്ട് ജീവിച്ചതുകൊണ്ടാണ്. നമ്മൾ യേശുവിനെ പിൻപറ്റുവാൻ, അല്ലെങ്കിൽ ദൈവം പിതാവായ ദൈവമായിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ജീവിക്കുന്ന ഒരു വഴിയിൽ പോകുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് യേശുവായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട്, അല്ലെ മനുഷ്യരായിട്ട് ഇറങ്ങി വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, മാതാപിതാക്കന്മാരെയൊക്കെ അനുസരിച്ച് കൃപയിലും ജ്ഞാനത്തിലും വർദ്ധിച്ചു വന്ന് ആ ഓരോ സ്റ്റേജസ് ഓഫ് ലൈഫാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജസ് ഓഫ് ലൈഫിലേക്ക് പിന്നെ ശുശ്രൂഷ തുടങ്ങിയ സമയം തൊട്ട് പറയുന്നത് പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ, പിതാവിൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഭാഗം യേശു സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു ദൈവമായിരിക്കെ? ആവശ്യമില്ല. ന്യായീകരിച്ച് വെച്ചുകൊണ്ടിരുന്നത് സ്നാനം പെട്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, ഞാൻ ഇത്രത്തോളം വചനമൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. പക്ഷെ വചനം കൂടുതൽ മനസ്സിലായപ്പോഴാണ് മനസ്സിലായത് എന്തുവാ, കാരണം നമുക്ക് ഒരിക്കലും ആർക്കും മാറാൻ പറ്റില്ല. യേശുവാണ് നമുക്ക് മാതൃകയായി തീർന്നത്, അപ്പോസ്തലന്മാരല്ല, യേശുവാണ് നമുക്ക്, തമ്പുരാനാണ് നമുക്ക് മാതൃകയായിട്ട് തീർന്നത്. പിന്നെ എങ്ങനെ അതിൽ നിന്ന് മാറാൻ പറ്റും? യേശു സ്നാനപ്പെട്ടെങ്കിൽ പിന്നെ എനിക്ക് പറയാൻ പറ്റുമോ സ്നാനം ആവശ്യമില്ല? അപ്പോൾ അവിടാണ് അതിനുവേണ്ടി മാത്രമാണ് യേശു കർത്താവ് എന്ത് ചെയ്തത്? സ്നാനപ്പെട്ടത്. അപ്പോൾ ഓരോ കാര്യങ്ങളും ആ പിതാവിൻ്റെ ഇഷ്ടം. അപ്പം എൻ്റെ ഇഷ്ടമല്ല, പിതാവിൻ്റെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കുവാൻ, എൻ്റെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയേക്കുന്നത് യേശുവിൻ്റെ അതേ മനസ്സ്. ഞാൻ പറഞ്ഞല്ലോ, പറയാൻ വളരെ എളുപ്പമാണ്. ഈ സെൽഫ് ഡിനായൽ, എൻ്റെ ഒരു ഇഷ്ടം, പിന്നെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ഇപ്പം ഈക്വൽ റൈറ്റ്സ്, സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഒരേ റൈറ്റ്സ് വേണം, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അവരോട് സെൽഫ് ഓരോ കാര്യങ്ങളുണ്ട്, റൈറ്റ്സ് ഉണ്ട്, അവരോട് വ്യക്തിത്വത്തിൻ്റെ വില, അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഇവിടെ ബൈബിൾ എന്തോ പഠിപ്പിക്കുന്നത്? എൻ്റെ ഒരു ഇഷ്ടവും വേണ്ട, എൻ്റെ ഇഷ്ടം നടത്തിക്കുവാനല്ല ഞാൻ ഈ ലോകത്തിലേക്ക് ജനിച്ചത്. പലപ്പോഴും അതിൻ്റെ ആ ആഴത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ പിന്നെ എന്തിനാണ് ജനിച്ചത്? എൻ്റെ ഇഷ്ടം എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ എനിക്കൊരു ഫ്രീഡം ഉണ്ടോ എന്ന് വരെയും ചിന്തിക്കും, ഇല്ലേ? നോ, പ്രൈസ് ലോർഡ്. എന്നെ അവസാനം സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഇതേ ഉള്ളു മാർഗം. ദൈവമക്കളെ, യേശുവിൻ്റെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കുമ്പോൾ ദോഷമായിട്ടൊന്നും എൻ്റെ ജീവിതത്തിൽ വരത്തില്ല, നന്മ മാത്രമേ വരത്തുള്ളൂ. നിങ്ങൾ ഓർത്തോണം. സ്തോത്രം. അതുകൊണ്ട് യേശുവിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കുവാൻ ആ മനസ്സായിരിക്കണം. യേശു അങ്ങനെ ചെയ്തു. ആ മനസ്സ് തന്നെ ആർക്ക് വരണം? നമുക്ക് വരണം. 6-ാമത്തെ വാക്യം, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. ദൈവമായിരിക്കെ എന്ന് വെച്ചാൽ താൻ ആരാണ്? തൻ്റെ വലിപ്പം എത്രയാണ്? സ്വർഗത്തിൽ താൻ ഇരുന്ന് കഴിഞ്ഞാൽ ഭൂമിയിൽ കാല് വെക്കും. തൻ്റെ കരം കൊണ്ട്, തൻ്റെ വാക്കുകൊണ്ട് ഓരോ സൃഷ്ടിയുടെ വലിപ്പം, സൂര്യൻ്റെ വലിപ്പം മതിയല്ലോ അതിനെ അളക്കാൻ, കർത്താവിൻ്റെ കരത്തിൻ്റെ വലിപ്പം അളക്കുവാൻ. സൃഷ്ടാവ് ഞാനൊരു കാര്യം സൃഷ്ടിക്കുമ്പോൾ എന്നേക്കാൾ അങ്ങ് ഒത്തിരി വലുതൊന്നും ആകത്തില്ല, എൻ്റെ കപ്പാസിറ്റിയിലാണ് ഞാൻ സൃഷ്ടിക്കുന്നത്. അപ്പോൾ സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങളെയും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഇവിടുത്തെ വലിയ കൊടിമുടികളും പർവ്വതങ്ങളും ഒക്കെയാണ്. അതിനെ മാത്രമല്ല, വലിയ വലിയ ഗോളങ്ങളെ വരെയും സൃഷ്ടിച്ച് അതിനെല്ലാം നിയന്ത്രിക്കുന്ന, ശൂന്യത്തിൽ മേൽ നിർത്തിയിരിക്കുന്ന മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ എന്നാണ് പറയുന്നത്, ഇല്ലേ കർത്താവിനെ? ആ വലിയവനായ ദൈവം, ആ ദൈവത്തിൻ്റെ വലിപ്പം. അപ്പം എൻ്റെ ദൈവത്തിൻ്റെ സ്വർഗീയ രൂപം, ഹെവൻലി ഫോം, ആ സ്വർഗീയ രൂപമെല്ലാം ത്യജിച്ചിട്ടാണ് ഇറങ്ങി വന്ന് ഈ 6-ാമത്തെ വാക്യത്തിൽ പറയുന്ന അനുസരിച്ച് മനുഷ്യനായി, ദാസനായി, ദാസരൂപമെടുത്തു. ഈ ദാസരൂപമെടുത്ത് എന്തിനാണ്? മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവരായി തീർന്നു. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് എന്തിനാണ് താൻ ഒരു ദാസരൂപമെടുത്ത് ശുശ്രൂഷിക്കുവാൻ. ആർക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാൻ? നമ്മളെ ഓരോരുത്തരെയും ശുശ്രൂഷിക്കാൻ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ജോലി ചെയ്യുവാനോ? അല്ല. സ്തോത്രം. ഏത് ശുശ്രൂഷയാണ് ചെയ്യുന്നത്? എന്നെ ഈ പാപത്തിൽ നിന്ന്, പിശാചിൻ്റെ പിടിയിൽ നിന്ന്, എൻ്റെ ഈ ലോക സ്വഭാവത്തിൽ നിന്ന്, സ്വർഗത്തിൽ എന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ അവകാശം പറഞ്ഞ് കെട്ടിവെച്ചിരിക്കുന്ന പിശാചിൻ്റെ കെട്ടിൽ നിന്ന് എന്നെ വിടുവിച്ച്, തൻ്റെ രക്തം കൊടുത്ത്, വില കൊടുത്ത് വാങ്ങിച്ച്, പാപത്തിൻ്റെ ശമ്പളം മരണമായതുകൊണ്ട് കർത്താവ് തന്നെ മരിച്ച് വില കൊടുത്ത്
വാങ്ങിച്ചിട്ടാണ് കർത്താവ് എന്ത് ചെയ്തത്? എന്നെ വിടുവിച്ചത്. അപ്പം ആ ഒരു സ്തോത്രം, മനുഷ്യരുടെ റിഡംഷൻ അല്ലെങ്കിൽ വീണ്ടെടുപ്പ്, ആ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് മനുഷ്യനായി ഇവിടെ പറയുന്ന പോലെ ദാസരൂപമെടുത്ത് ദൈവമായിരിക്കെ തന്നെത്താൻ വേറൊരു രൂപത്തിലേക്ക് ഒഴിച്ചു. ആ ഏത് രൂപത്തിലേക്കാണ്? നിങ്ങൾ ദൈവത്തിൻ്റെ വലിപ്പം, ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണം. ഭാഗികമായിട്ട് നമുക്ക് വെളിപ്പെടുത്തിയത് നമുക്കിപ്പം ചിന്തിക്കാൻ നമ്മുടെ ബുദ്ധി സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളത് എപ്പം മാത്രമേ മനസ്സിലാകത്തുള്ളൂ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. യെശയ്യാപ്രവചനം എന്തുവായാലും നമുക്കറിയാം. യെശയ്യാപ്രവചനം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഐസയ്യാ 9:6. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവനെ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. യേശുവിൻ്റെ പേരാണ്. അവൻ നിത്യ പിതാവ്. ആരാണ് യേശു? എവർലാസ്റ്റിംഗ് ഫാദർ. അത് പോരെ മനസ്സിലാകാൻ? യെശയ്യാവിന് മനസ്സിലായി. തനിക്ക് വെളിപ്പാടുകളൊക്കെ വളരെ വ്യക്തമല്ലാഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കർത്താവ് ഒന്നുകൂടെ തന്നെ ശുദ്ധീകരിച്ചു, ഇല്ല അതരം ശുദ്ധീകരിച്ച് തന്നെ എന്ത് ചെയ്തു? വെളിപ്പാടുകൾ വ്യക്തമാക്കി. ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനമൊക്കെ കണ്ടു. ആ യെശയ്യാ പ്രവാചകൻ കർത്താവിൻ്റെ ക്രൂശിനെ പറ്റി എഴുതിയിരിക്കുന്ന ആ പ്രവാചകൻ തന്നെയാണ്. ലൂസിഫറിനെ പറ്റി വരെ എഴുതിയിരിക്കുന്നത് ഏത് പ്രവാചകനാണ്? യെശയ്യാ പ്രവാചകൻ. ആ പ്രവാചകനാണ് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത്. താൻ യേശുവിനെ പറ്റി പറയുക, താൻ നിത്യ പിതാവ്, സമാധാന പ്രഭു, അത്ഭുതമന്ത്രി, വീരനാ, മൈറ്റി ഗോഡ്, എവർലാസ്റ്റിംഗ് ഫാദർ. ആരാ? യേശു. യോഹന്നാൻ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിലൊക്കെ പറയുന്ന പോലെ ആ യേശുവാണ്, ആ ദൈവമാണ് വചനം നമ്മുടെ ഇടയിൽ പാർത്തു. യേശുവായിട്ട് ദൈവം വചനമായി മനുഷ്യനായി നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു. എത്ര വ്യക്തമാണ്! ദൈവം തന്നെയാണ് നമ്മുടെ ഇടയിൽ വന്ന് പാർത്തത്. ആ ദൈവത്തോട് പറയുന്ന എബ്രായ ലേഖനത്തിൽ നിന്ന് വായിക്കാം. ഹീബ്രു 1:8. എബ്രായ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. ആരെങ്കിലും സംശയം ചോദിച്ചാൽ പറയാൻ വേണ്ടി ഞാൻ ഈ റെഫറൻസസ് എല്ലാം വായിക്കും. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. പുത്രനോട് പറഞ്ഞു, ദൈവമേ, പുത്രനോട് പറയവാ, നിന്റെ സിംഹാസനം നിത്യമാണ്, എന്നും എന്നേക്കുമുള്ളത്. പുത്രനോട് പറഞ്ഞതാ. അതിൽ നിന്നും വ്യക്തമല്ലേ യേശു ആരാ? വലിയവനായ ദൈവമാണ്. സ്തോത്രം. അല്ലെങ്കിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്ത് 3ആയിട്ട് വെളിപ്പെട്ടെങ്കിലും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാനുള്ള ഭാഗികമായിട്ടേ നമുക്ക് വെളിപ്പെടുത്തിയിട്ടുള്ളൂ. ഇപ്പം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആ മർമ്മം, ആ വലിയ മർമ്മം, ത്രിയേക ദൈവം, തൃത്വം, അല്ലെങ്കിൽ ആ മർമ്മം നമുക്ക് വളരെ വ്യക്തമായി തീരും. എന്തുകൊണ്ട് കർത്താവ് അങ്ങനെ ചെയ്തു എന്നെല്ലാം ദൈവത്തിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അല്പമായിട്ട് നമുക്കിപ്പോൾ അറിയാം, പൂർണ്ണമായിട്ട് അന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പം യെശയ്യാ പ്രവചനത്തിലും ഇവിടെ യോഹന്നാൻ സുവിശേഷത്തിലും ഇവിടെ എബ്രായ ലേഖനത്തിലൊക്കെ നമ്മൾ വായിച്ചു. ഏറ്റവും ബൈബിൾ നമ്മൾ എവിടെ നോക്കിയാലും പ്രോവേർബ്സ് സദൃശവാക്യത്തിലൊക്കെ എഴുതിയിരിക്കുന്ന എടുക്കണ്ട, പ്രധാന ശില്പി, എല്ലാം ഡിസൈൻ ചെയ്തതും പണിതതും ഒക്കെ ആരാ? കർത്താവാ. ഇനി ഏറ്റവും നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു വാക്യമാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. നമുക്കറിയാവുന്ന വാക്യമാണ്. അൽഫയും ഒമേഗയുമാകുന്നു, എന്നിരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. യേശു പറയുക ആരാണ്? ഞാൻ അൽഫയും ഒമേഗയും സർവശക്തനായ ദൈവമായി, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും. മനസ്സിലായല്ലോ? ഇരിക്കുന്നവൻ, ഇരുന്നവൻ, പണ്ടും വലിയവനായ ദൈവമാ, ഇപ്പോഴും വലിയവനായ ദൈവമാ, ഇനി വരാൻ പോകുന്നതും എങ്ങനെയാണ്? ഈ വരുന്നവൻ ഈ ദൈവം തന്നെയാണ്. എന്നിട്ട് ഈ ദൈവത്തെ അൽഫയും ഒമേഗയും ആ കാര്യം പറഞ്ഞിട്ട് ആ ശബ്ദം ഒന്ന് കേൾക്കാൻ യോഹന്നാൻ അപ്പോസ്തലൻ തിരിഞ്ഞു നോക്കി. അതിന് 13 തൊട്ട് വായിക്കുമ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരാണ്? ആ രൂപം കണ്ടു. യേശുവിൻ്റെ രൂപം, തേജസ്സുള്ള രൂപം താൻ അവിടെ കാണുവാനിടയായി തീർന്നു. നിലവിളക്കിൻ്റെ മധ്യത്തിൽ നിൽക്കുന്നവൻ ആരാ? എൻ്റെ യേശു. സ്തോത്രം. മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെ ഞാൻ കണ്ടു. എൻ്റെ ദൈവമാണ് അൽഫയും ഒമേഗയും. ഈ അൽഫ ഒമേഗ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എൻ്റെ മൂലഭാഷ, ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ്. ആദ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? ഇതിനേക്കാൾ വലുതൊന്നുമില്ല. ആദ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? എൻ്റെ യേശുവിനേക്കാൾ വലിയവൻ ആരുമില്ല, എൻ്റെ യേശുവിനേക്കാൾ മുമ്പേ ഉള്ളവൻ ആരുമില്ല. അതല്ലേ എൻ്റെ അർത്ഥം. ആദ്യനും ഇനി അവസാനവും എന്ന് വെച്ചാൽ നിത്യനാണ് വലിയവനായ ദൈവം. അതിന് ഒരു സംശയവുമില്ല. അവൻ അൽഫയും ഓമേഗയും സർവശക്തനായ ദൈവം എന്നവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ആ ശബ്ദം തിരിഞ്ഞു നോക്കിയപ്പോൾ ഇത് പിതാവിൻ്റെ ആണോ? തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതാരാണിത്?
യേശുവാണ്. പക്ഷേ യേശുവിനെ പണ്ട് ഇവിടെ ലോകത്തിൽ കണ്ട പോലല്ല, തേജസ്കരിക്കപ്പെട്ടവനായി, സൂര്യനെ പോലും തേജസ്സുള്ളവനായി, ഇടിമുഴക്കത്തോടുകൂടിയുള്ള ശബ്ദമുള്ളവനായി, ശരിക്കും തേജസ്സിൽ വസിക്കുന്ന ദൈവത്തെയാണ് അവിടെ കാണുവാനേ തീർന്നത്. അപ്പം യേശുവാണ് നിത്യപിതാവ്, യേശുവാണ് സർവശക്തനായ ദൈവം, യേശുവാണ് ആദ്യനും അന്ത്യനും. ആ യേശുവിൻ്റെ ഭാവം തന്നെ നമ്മളിൽ വരുവാനാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ 6ഉം 7ഉം ഒക്കെ വായിക്കുമ്പോൾ ആ യേശുവാണ് സ്വർഗീയ ആ രൂപം വെടിഞ്ഞിട്ട് എന്ത് ചെയ്തു? സ്വർഗീയ മഹിമ മാത്രമല്ല, ആ മഹത്വവും വലുപ്പവും അധികാരവും ശക്തിയും ഒക്കെ അല്ല എൻ്റെ കർത്താവിനെ അവിടെ ആണിയിൽ ക്രൂശിക്കാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ വെടിഞ്ഞിട്ടാണ് മനുഷ്യനായി ദാസനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. ഞാൻ പലപ്പോഴും ആ ഭാഗങ്ങളൊക്കെ ഓർക്കും. സൃഷ്ടി എന്ത് ചെയ്തു? സൃഷ്ടാവിൻ്റെ മുഖത്തേക്ക് തുപ്പി. ഞാൻ പറഞ്ഞല്ലോ, ഒരു അറബ് കൾച്ചറാണത്, യഹൂദൻ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യം. അപ്പോഴെന്ത് ചെയ്തു? കർത്താവ് അതെല്ലാം നമുക്ക് വേണ്ടി സഹിച്ചു. സ്തോത്രം. ആരാണ്? ഭയങ്കരനായ ദൈവം. ഈ ദൈവം സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ കർത്താവ് ചെയ്ത പ്രവൃത്തികൾ നമുക്കറിയാം. ഒന്നും വേണ്ട, കോരഹും നാഥാനും അബിദാവും 250 മൂപ്പന്മാരും കൂടെയുള്ളവരും എല്ലാം കൂടെ അങ്ങോട്ട് എതിർത്താൽ ഭൂമി പിളർന്ന് ഇതിനെ എല്ലാത്തിനെയും കൂടെ എന്ത് ചെയ്തു? ഫറോനെയും സൈന്യത്തെയും വെള്ളത്തിൽ മുക്കിക്കൊന്നവൻ, സിംഹത്തിൻ്റെ വാ, ദാനിയേലിൻ്റെ സമയത്ത് സിംഹത്തിൻ്റെ വാ അടച്ചവൻ, ഈ സർവശക്തൻ ഇതിനെല്ലാം നിയന്ത്രിക്കുന്നവനാണ്. ആകാശത്തെയും ഭൂമിയെയും പിശാചിനെ നിയന്ത്രിക്കുന്നത് ആരാ ദൈവമക്കളെ? എത്ര സ്ഥലത്താണ് ബൈബിളിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത്? പിശാചിനോട് പറഞ്ഞു പോയി അത് ചെയ്യാൻ, അവനെ പരീക്ഷിക്കാൻ പിശാചിനോട് പറഞ്ഞു. അപ്പം പരീക്ഷകനെ അയക്കുന്നത് ആരാണ്? എൻ്റെ ദൈവമാണ്. പിശാച് ഓരോ വട്ടവും ചോദിക്കും, ഞാൻ എവിടെ വരെയും തൊടാം, അവന് ഏത് ലിമിറ്റ് വരെ എനിക്കത് അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാം. അപ്പോൾ കർത്താവ് യോബിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, ഇന്ന ലിമിറ്റ് വരെ നീ അവൻ്റെ ദേഹത്തെ തൊട്ടോ ജീവനെ തൊടല്ല. അപ്പോൾ അതിൻ്റെ ലിമിറ്റ്സ് സെറ്റ് ചെയ്യുന്ന ആരാ? പിശാചിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെ ലിമിറ്റ് സെറ്റ് ചെയ്യുന്ന. പിശാച് ഒരുവനെ ബാധിക്കണമെങ്കിൽ ആരനുവദിക്കണം? പിശാച് ചിലരെയൊക്കെ ബാധിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? എൻ്റെ ദൈവം അനുവദിച്ചിട്ടാണ്. അപ്പം ആ വ്യക്തി ദൈവസന്നിധിയിലുള്ള കിടപ്പ് ശരിയല്ലാത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കണം, പിശാചിനെ അല്ല പേടിക്കേണ്ടത്, ഭൂതത്തെ അല്ല പേടിക്കേണ്ടത്, ഭൂതത്തെ നിയന്ത്രിക്കുന്നവൻ ഒരുവനുണ്ട്. അതൊക്കെ അത്രയൊക്കെ മനസ്സിലായിട്ട് വേണം സ്നാനപ്പെടാൻ. സത്യം പറഞ്ഞാൽ രക്ഷിക്കുക എല്ലാം ചിലപ്പോൾ മനസ്സിലാകത്തില്ല, പക്ഷെങ്കിൽ എൻ്റെ ദൈവം ഭയങ്കരനാണെന്നും അവൻ ഭയപ്പെടുവാൻ യോഗ്യനാണെന്നും ഒക്കെ മനസ്സിലായിട്ട് വേണം എന്ത് ചെയ്യുന്നത്. ആ രക്ഷിക്കപ്പെടുമ്പോൾ മനസ്സിലാവും, അപ്പം തൊട്ട് പരിശുദ്ധാത്മാവ് ശരിക്കും ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് 1, 2, 3 രക്ഷയും 1, 2, 3 സ്നാനമൊക്കെ പലപ്പോഴും ഫെയിലിയറായി പോകാനുള്ള കാരണം വേറൊന്നുമല്ല. ശരിക്ക് കർത്താവിനെ രുചിച്ചറിഞ്ഞിട്ട് ഈ കർത്താവിനെ പിൻപറ്റിയാൽ ഭവിഷ്യത്തുകൾ എന്ന് പറഞ്ഞാൽ ഇനി മുൻപോട്ട് എൻ്റെ ഇഷ്ടമൊന്നും നടക്കത്തില്ല. വളരെ വ്യക്തമായിട്ട് അറിയണം, എൻ്റെ ഇഷ്ടം ഇനി തൊട്ട് എന്ത് ചെയ്യത്തില്ല. സ്നാനപ്പെടുന്ന വ്യക്തികളും സ്നാനപ്പെട്ട വ്യക്തികളും അറിയണം, എൻ്റെ ഇഷ്ടം നടക്കത്തില്ല, എൻ്റെ യജമാനൻ്റെ ഇഷ്ടം മാത്രമേ നടക്കത്തുള്ളൂ. സന്തോഷത്തോട് സ്തോത്രം പറയാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഇഷ്ടം നടന്നില്ലേലും വേണ്ടില്ല, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് പറ്റണം. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കത്തില്ല കർത്താവ് എന്നെ നടത്തുവാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ എൻ്റെ കർത്താവിൻ്റെ പദ്ധതിക്ക് ഒരു പരാജയവുമില്ല. എൻ്റെ കർത്താവ് ഒരു കാര്യം ചെയ്തിട്ട് ഹി വിൽ നോട്ട് റിഗ്രറ്റ് എന്നാണ് ബൈബിളിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത്. ആ എഴുതിയത്തിൽ അയ്യോ അങ്ങനെ ചെയ്തല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തായിരുന്നു. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെയല്ലേ, ഇങ്ങനെ ചെയ്തായിരുന്നേ ഒന്നുകൂടെ നല്ലതായിരുന്നു നമ്മൾ ചിന്തിക്കും. എൻ്റെ കർത്താവ് അങ്ങനെ ചിന്തിക്കത്തില്ല. കാര്യം ഒരു പെർഫെക്ഷനോടുകൂടിയാണ് കർത്താവ് ചെയ്യുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്ന റിസൾട്ട് കർത്താവിന് കിട്ടിയിരിക്കും. കിട്ടിയില്ലെങ്കിൽ കർത്താവ് എന്ത് ചെയ്യുന്ന യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നത്, വെട്ടി കണ്ടിച്ച് ഞാനും ഭയപ്പെടണം നിങ്ങളും ഭയപ്പെടണം. ഇതൊക്കെ സത്യമാണ് ദൈവമക്കളെ. ദൈവദാസന്മാർ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ, ആൾക്കാരെ കൂട്ടാൻ ഈ നാളുകൾ മറച്ചു വെച്ചെന്ന് വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യും. നീ എന്തുകൊണ്ട് വചനം വായിച്ച് മനസ്സിലാക്കിയില്ല എന്ന് കർത്താവ് ചോദിക്കും. കാര്യം നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല. ദൈവദാസന്മാർ നമ്മൾ ഇനീഷ്യലി ദൈവസന്നിധി കൊണ്ടുവന്നു. പ്രവാചകന്മാർ പ്രവചനം പറഞ്ഞു കാണും, സുവിശേഷകർ സുവിശേഷം പറഞ്ഞു കാണും, ഉപദേഷ്ടാക്കന്മാർ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഞാനിത് വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ആദ്യം ഞാൻ മനസ്സിലാക്കേണ്ടത് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി അവൻ ആരാന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക അല്ലേ നമ്മളെല്ലാം. അതാണ് ടേസ്റ്റ് ആൻഡ് സീ.
സ്തോത്രം. ഈ തരുന്നവനാ, ചോദിക്കുന്നത് കിട്ടും, തരുന്നവനാന്ന് മാത്രമല്ല മനസ്സിലാക്കേണ്ടത്. കർത്താവിൻ്റെ ഹിതപ്രകാരം ഞാൻ എന്നെ തന്നെ പണിതില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകളോട് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ ഫിലിപ്പിയ സഭ ആദ്യം നല്ലപോലെ അവരെ ഒന്ന് സൂചിപ്പിച്ചു, നല്ല അവരുടെ സ്വഭാവങ്ങൾ പറഞ്ഞു. 2-ാം അധ്യായത്തിൽ തൊട്ട് അവരുടെ മാറ്റം വരേണ്ട ഏരിയകൾ പണിതിട്ടാണ് യേശു തൻ്റെ ദൈവിക സ്വഭാവം വെടിഞ്ഞ് മനുഷ്യനായി ദാസനായി, ബോൺ സെർവൻ്റ് എന്ന് എഴുതിയിരിക്കുന്നത്, ദാസനായി നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങളെക്കാൾ താൻ ഇറങ്ങി വന്നതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. വില കൊടുത്തെങ്കിൽ ഹി വിൽ ഡിമാൻഡ് ഫ്രം യു. കർത്താവ് വില കൊടുത്തുകൊണ്ടാണ് കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. യേശു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം യേശു അനുസരണമുള്ളവനായി തീർന്നു എന്നിവിടെ എഴുതുവാൻ കാരണം നമുക്കൊരു മാതൃകയായി. എന്നിട്ടാണ് യേശു കർത്താവ് മത്തായി സുവിശേഷം പറയുന്നത്, എന്നിൽ നിന്ന് പഠിപ്പീൻ. ആരിൽ നിന്ന് പഠിപ്പീൻ? യേശു അത് ചെയ്തിട്ടാണ് യേശു പറഞ്ഞത്, ലേൺ ഫ്രം മീ, എന്നിൽ നിന്ന് പഠിപ്പീൻ. സ്തോത്രം. ആ യേശുവിനെ, ആ പുത്രനെ പിതാവ് എന്ത് ചെയ്തു? സ്വർഗത്തോളം, എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഗ്രേറ്റർ ദാൻ ദി ഹെവൻസ് എത്തിക്കുക, സ്വർഗത്തെക്കാളും ഉന്നതനാക്കി. എബ്രായ ലേഖനത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ, 10-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തെക്കാൾ ഉന്നതനാക്കി. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നു, ആ യേശുവിനെ എല്ലാ നാമത്തിനും മേലായ അങ്ങനെ ഉയർത്തിയതുപോലെ നിങ്ങളും മരണം വരെ പിതാവിൻ്റെ ഇഷ്ടത്തിന് അനുസരണമുള്ളവരായി തീർന്നാൽ കർത്താവ് നിങ്ങളെ എന്ത് ചെയ്യുന്നതിൻ്റെ അർത്ഥം? കർത്താവ് നിങ്ങളെ ഉയർത്തും. വചനത്തിലെല്ലാം എഴുതിയിരിക്കുന്ന പോലെ ദൈവസന്നിധിയിൽ താഴ്ന്നാൽ കർത്താവ് നിങ്ങളെ ഉയർത്തും. 9-10 വായിച്ചേ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം. എന്ത് ചെയ്താൽ മാത്രമേ ഉയർത്തത്തുള്ളൂ? അപ്പം നമ്മൾ ഈ ഉയർച്ച എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു ചെറിയ ചിരി പോലൊക്കെ വരുന്ന കണ്ടു. പെട്ടെന്ന് ഈ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പലതായത് നമ്മുടെ മനസ്സിലിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജഡം ആഗ്രഹിക്കുന്ന ലോകത്തിലെ ഉയർച്ചയാണ്. കർത്താവ് ഇവിടെ പറയുന്ന സ്വർഗത്തോളം ഉയർത്തുന്ന. നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജ് കിട്ടിയോ? ലോകത്തിലെ ഉയർച്ചയല്ല, അത് പൗലോസ് പ്രാപിച്ചോ? ഈ ശുശ്രൂഷയുടെ എല്ലാം അവസാനം പൗലോസിൻ്റെ എന്തുമായിരുന്നു, തൻ്റെ പ്രോപ്പർട്ടിയുടെ ഒരു എത്ര വസ്തുക്കൾ സമ്പാദിച്ചു. ദേവദാസൻ, ഇന്നത്തെ കാലത്ത് ദേവദാസന്മാരതിനെ കുറേ സമ്പാദിക്കും. അന്നത്തെ അപ്പോസ്തലൻ്റെ ശ്രേഷ്ഠ അപ്പോസ്തലൻ്റെ, സാധാരണ അപ്പോസ്തലൻ, ശ്രേഷ്ഠ അപ്പോസ്തലൻ, എൻ്റെ ആ ചുരുളും ആ പുതപ്പും, തണുപ്പ് ഭയങ്കരമാണ്, പിന്നെയും കൂടും, അതുകൊണ്ട് അതിങ്ങ് എടുത്തുകൊണ്ട് വരാൻ തിമോത്തിയോസിനെ ഓർപ്പിച്ച ഭാഗമാണ് നമുക്കറിയാവുന്നത്. തൻ്റെ സമ്പാദ്യം എന്തുവാ? തൻ്റെ ആ ബൈബിൾ ക്ലാസ് നോട്ട്സും തൻ്റെ തണുപ്പൊന്ന് മൂടുവാൻ, അത് ശരീരത്തിൻ്റെ ആവശ്യമല്ലേ, തൻ്റെ ആ കമ്പിളി പുതപ്പും മാത്രമാണ് ചോദിച്ചത്. ഇതിനേക്കാളാണോ? അപ്പം ഉയർത്തുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? യേശുവിന് പ്രാപിച്ചോ വല്ല ഉയർച്ച? തച്ചൻ്റെ മകനായിട്ട് ജനിച്ചു. സാധാരണ ഒരു കുടുംബത്തിൽ അറിഞ്ഞുകൊണ്ടാണ് ജനിച്ചത്. കാരണം വേറെ ഒന്നുമല്ല, തൻ്റെ മെസ്സേജ് ക്ലിയർ ആയിത്തീരണം. താൻ രാജാവായിട്ട് വന്ന ആൾക്കാരെ കൽപ്പിച്ച് തൻ്റെ ഫോളോവേഴ്സാക്കി തീർക്കുവാനല്ല യേശു വന്നത്. ശാന്തമായിട്ട് ഉപദേശം, പിതാവിൻ്റെ ഇഷ്ടം, നല്ല ഉപദേശം അത്രത്തോളം തന്നെ താഴ്ത്തിയിട്ടാണ് എഴുതിയേക്കുന്നത്. ഈ ഭാവം തന്നെ നിങ്ങളിലുമായി തീരുവാൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? സകല നാമത്തിനും ഞാൻ ഇവിടെ എഴുതിയിട്ടില്ലേ, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം താൻ അനുസരണമുള്ളവനായി തീർന്നു. പറയാൻ വളരെ എളുപ്പമാണ്. എല്ലാത്തിലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ തീരുമാനമല്ല, ഞാൻ യേശുവിൻ്റെ ഇഷ്ടത്തിനായിട്ട് സമർപ്പിക്കുമെന്ന് പറയാൻ വളരെ എളുപ്പമാണ്. സാത്താൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം, ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ ജഡം അറിയാതെ ഇടയ്ക്കിടയ്ക്ക് ആരും ഇൻഫ്ലുവൻസ് ചെയ്യും? സാത്താൻ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് പൗലോസിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്തു. പിന്നെ അതിനേക്കാൾ വലിയ ആൾക്കാരാണോ നമ്മൾ? പൗലോസിൻ്റെ പോലും ജഡം ഇടയ്ക്കിടയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴാണ് പൗലോസ് പറയുന്നത്, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്നു. ഐ ബ്രിങ് മൈ ബോഡി ഇൻ ടു ദ സബ്ജക്ഷൻ എന്നെഴുതിയിരിക്കുന്നത്, സബ്ജക്ഷൻ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്നെഴുതിയിരിക്കുന്നത്. അപ്പം മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കും. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഉയർന്നു വരുന്ന ഈ ജഡത്തെ, ശരീരത്തിൽ ഒന്ന് ഒതുക്കും ദൈവത്തിൻ്റെ ആത്മാവിൽ. കാരണം എന്നാ? പെട്ടെന്ന് സാത്താൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം സാത്താൻ്റെ ആലോചന, ഈ ലോകത്തിലെ നന്മ, ലോകത്തിൽ വലിയവനാകും, ലോകത്തിലെല്ലാവരും എന്നെ ബഹുമാനിക്കും, ലോകത്തിൽ ഒത്തിരി സമ്പാദ്യമുണ്ടാകും. ആർക്കിഷ്ടമുള്ള കാര്യമാണ്? സാത്താനും ഇഷ്ടമാണ്. എൻ്റെ ആദ്യത്തെ മനുഷ്യൻ അതല്ല, അതിനല്ല വന്നിരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ മനുഷ്യൻ സ്വർഗത്തിൽ കർത്താവിനോട് ചേരാനാണ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ ജഡത്തിന് ഇഷ്ടം, എൻ്റെയും ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കില്ല ഞാനെന്തോ സന്യാസിനിയെ പോലുള്ള വ്യക്തിയാണോ. ഞാൻ നിങ്ങളെക്കാൾ, നിങ്ങളെപ്പോലെ പച്ച മനുഷ്യനാണ്. എൻ്റെ ജഡത്തിനും ഇഷ്ടമാണേ.
വലിയ ധനികനാകുവാനും വലിയ കാര്യങ്ങളെല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുവാനും ലോകം മുഴുവൻ ബഹുമാനിക്കാൻ എൻ്റെ ജഡത്തിനും ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ മേലുള്ള വിളി എന്തുവാ? അതൊന്നുമല്ല. കൂടുതൽ എന്നെ ലോകം അങ്ങ് പുകഴ്ത്തി ബഹുമാനിച്ച് അവരെ അപ്പം എന്തോ എനിക്ക് ആഗ്രഹം വരുന്നത്, അപ്പം ലോകത്തിന് പ്രശ്നമുള്ള ഒന്നും ചെയ്യൽ, അവരെ സന്തോഷിപ്പിക്കുവാനുള്ള ആഗ്രഹവും വരും. ഞാനത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ തീർന്നില്ലേ? എൻ്റെ കർത്താവിന് പ്രസാദമായിട്ട് തീരുവാൻ കഴിയുമോ? അപ്പോൾ എൻ്റെ ജഡത്തിനും ഇഷ്ടമാണ്, സാത്താനും ഇഷ്ടമാണ്. സാത്താൻ്റെ ആലോചന കേൾക്കാൻ ഫുൾ എൻകറേജ്മെൻറ്റാണ് സാത്താൻ. എന്തു വേണം? ലോകത്തിൽ നിനക്ക് നന്മ വേണോ? ലോകത്തിൽ കാശ് വേണോ? വലിയവനായിത്തീരണോ? സ്ഥാനം വേണോ? ലോകത്തിൽ പദവികൾ വേണോ? സാത്താൻ തന്നെ നമുക്ക് വാതിലുകൾ തുറന്നു തരും. ആര് തുറന്നു തരും? നമ്മുടെ ജീവിതത്തിൽ ഈ തുറന്നു തരുന്ന വാതിലെല്ലാം ദൈവത്തിൻ്റേതല്ല. നല്ല വിവേചനത്തോടും ആത്മാവിൻ്റെ നടത്തിപ്പോടുകൂടിയും പ്രധാന ഇടയൻ്റെ ശബ്ദം കേട്ട്, എൻ്റെ ആടുകളാണെങ്കിൽ എന്തു ചെയ്യും? എൻ്റെ ശബ്ദം നമ്മളൊരു ഒരു ഒരു ലോകത്തിൻ്റെ നന്മയുടെ വാതിലല്ല, ഒരു നമുക്ക് പ്രയോജനമുള്ളൊരു കാര്യം എന്ന് കയറുമ്പോൾ കർത്താവിനോട് ഒന്നും ചോദിക്കാതെ കയറി നമ്മൾ അതിനെ അങ്ങ് പിടിക്കുക. അതുകൊണ്ട് നമ്മൾ ഓർത്തോണം, ദൈവ ഇഷ്ടത്തിനായിട്ട്. ഇവിടെ എഴുതിയിട്ടില്ലേ? ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം മനസ്സിലാക്കുക. പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് മനുഷ്യനായി ദാസനായി ക്രൂശിലെ മരണം. അവിടെ നമുക്കറിയാമല്ലോ, ബൈബിളിൽ എഴുതിയിരിക്കുന്ന പോലെ ക്രൂശിൽ തൂങ്ങുന്നവൻ ആരാണ്? ശപിക്കപ്പെട്ടവൻ. അപ്പം എനിക്ക് വേണ്ടി തമ്പുരാൻ, വലിയവനായ ദൈവം, തേജസ്സിൽ വസിക്കുന്നവൻ, ഒരു പാപിയായി ശപിക്കപ്പെട്ടവനായി എനിക്ക് വേണ്ടി എന്നെ നേടാൻ. ആ സ്നേഹം വല്ലതും നമുക്ക് കർത്താവിനോടുണ്ടോ? ആ സ്നേഹം വല്ലതും ഞാൻ പറഞ്ഞില്ലേ, പിശാചിൻ്റെ ആലോചന കേൾക്കാൻ പിശാച് എന്ത് കാര്യങ്ങളും നമുക്ക് ഫേവറായിട്ട് ചെയ്യും. പക്ഷെ നീ ഒന്ന് ദൈവത്തിൻ്റെ ആലോചന ചെയ്ത് ദൈവ ഇഷ്ടത്തിനായിട്ടൊന്ന് സമർപ്പിച്ചാൽ നിനക്ക് സമാധാനം തരത്തില്ല പിശാച്, കർത്താവ് തരും. പിശാച് നിനക്ക് എന്ത് ചെയ്യത്തില്ല? സമാധാനം തരത്തില്ല, നമുക്ക് സ്വസ്ഥത തരത്തില്ല, നമ്മളെ പിരിയിളക്കും. എവിടൊക്കെ നമുക്ക് ബോംബുകൾ പൊട്ടിക്കാമോ അവിടൊക്കെ പ്രശ്നങ്ങൾ ആരുണ്ടാക്കും. കാര്യം ദൈവ ഇഷ്ടത്തിനായി നിന്നെ ജീവിക്കുവാൻ പിശാച് സമ്മതിക്കത്തില്ല. ശപഥം ചെയ്തിറങ്ങിയ ഒരു ദുർഭൂതമാണ് അവൻ. അവൻ വരുന്നത് എന്തിനാണ്? അറക്കുവാനും നശിപ്പാനും, നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റാണ്. അവനത് ആദ്യ ദിവസമേ ആ കാര്യത്തിൽ സക്സസ്ഫുൾ ആയവനാണ്. അവനോട് ചോദിച്ചാൽ അവൻ പറയും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയും. എത്ര ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ദൈവജനത്തെ ഈ വർഷങ്ങൾക്കുള്ളിൽ, ഈ 6000-ൽ പരം വർഷങ്ങൾക്കുള്ളിൽ ദൈവത്തിൽ നിന്ന് അകറ്റിയവനാണ് ആര്? ഈ പിശാച്, ഈ ദുഷ്ടഭൂതം. അതുകൊണ്ട് ഇന്നും നമ്മുടെ അടുത്ത് വരുന്ന എന്തിനാണ്? എൻ്റെ ജീവിതത്തിൽ അനുസരണക്കേട് വന്നാൽ, എൻ്റെ ജീവിതത്തിൽ പാപം വന്നാൽ, എൻ്റെ ഉള്ളിൽ നിന്ന് ദൈവസാന്നിധ്യം വിട്ടുപോകും, അവൻ എൻ്റെ ജീവിതത്തിൽ വാഴാം എന്ന് സാത്താൻ ആ കാര്യം നല്ലപോലെ അറിയാം. ഇത് നമുക്ക് എത്രത്തോളം അറിയുന്നു എന്നറിയത്തില്ല. നമുക്കാണ് ഇപ്പോഴും ലോകത്തിൻ്റെ നന്മ, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന. ഞാൻ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി കളയാൻ സമയമില്ല ദൈവമക്കളെ. സത്യം അറിഞ്ഞാലേ പറ്റൂ. സ്തോത്രം. സാത്താൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ദൈവം എന്തുവാ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് അറിഞ്ഞാലേ പറ്റൂ. വീണ്ടും കർത്താവിനെ ക്രൂശിപ്പിക്കുന്നവരായി തീരല്ലേ. ഈ ദിവസങ്ങൾ ഹല്ലേലൂയ, നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി അനുസരിച്ച് പോകുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ കാഹള ഊതുന്നതിൻ്റെ തലേദിവസം നിങ്ങൾക്ക് മാനസാന്തരപ്പെടാൻ കഴിയത്തില്ല. ഈ സമർപ്പണം എന്ന് പറയുന്നത് ഇത് ഓരോ ദിവസവും പൗലോസിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, ഓരോ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ഇത് പടിപടിയായിട്ട് കർത്താവിനോടുള്ള ആ ഇഷ്ടവും അടുപ്പവും സമർപ്പണവും ആത്മാർത്ഥതയും ഒക്കെ അതിലൊരു വർധനവുണ്ടാകണം. ക്രിസ്തീയ ജീവിതം ഈ മരുഭൂമി യാത്രയിൽ അതിന് കാരണമായിത്തീട്ടെ. അതിന് ദൈവ ഇഷ്ടത്തിന് 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ദൈവ ഇഷ്ടത്തിന് വിരോധമായി ഉയരുന്ന എന്ത് കാര്യം, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന കാസ്റ്റിംഗ് ഡൗൺ ഓൾ ദി ആർഗ്യുമെൻറ്റ്സ് ദാറ്റ് റൈസ് അഗൻസ്റ്റ് ദ വിൽ ഓഫ് ഗോഡ് എഴുതിയിരിക്കുന്നത്. ദൈവ ഇഷ്ടത്തിന് വിരോധമായി ഉയരുന്ന, എൻ്റെ മനസ്സിൽ ഉയരുന്ന എന്ത് ചിന്തകളും പാസ്റ്റർ വന്നത് ആത്മാവിൽ പിടിച്ചൊതുക്കുന്നതാണോ? ഞാൻ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് ദൈവ ഇഷ്ടത്തിന് വിരോധമായി എന്ത് ലോകത്തിലെ നന്മ ആയിക്കോട്ടെ, എന്ത് കാര്യം ജ്ഞാനവും ആയിക്കോട്ടെ, അതിനെ ഞാൻ എന്ത് ചെയ്യണം? ഐ ഹാവ് ടു കാസ്റ്റ് ഇറ്റ് ഡൗൺ. ആ ആർഗ്യുമെൻറ്റ്സ്, അത് ഈ ആർഗ്യുമെൻറ്റ്സ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അതിങ്ങനെ അതിന് എന്നാ കുഴപ്പം? കണ്ടില്ല, ഇപ്പോഴത്തെ പെന്തിക്കോസുകാരൊക്കെ കണ്ടില്ല, അവർക്കൊന്നും നന്മയൊക്കെ കിട്ടും, അവർക്കൊന്നും കുഴപ്പമില്ലല്ലോ. അവർക്കൊക്കെ ഫോക്കസ് ലോകമായിട്ടും ലോകത്തിൽ ഒത്തിരി അവർക്ക് കിട്ടുന്നല്ലോ. ഈ ഓരോ വിഷയങ്ങൾ മറ്റവരങ്ങനെ ചെയ്യുന്നില്ല, ഈ പാസ്റ്റർ അങ്ങനെ ചെയ്തില്ലേ, ആ വ്യക്തി അങ്ങനെ ചെയ്തില്ലേ. ഈ വ്യക്തിയെ നോക്കാനല്ലല്ലോ എന്നെ വിളിച്ചിരിക്കുന്നത്. ആരെ നോക്കാനാ ദൈവമക്കളെ? യേശുവിനെ മാത്രം നോക്കിയാൽ മതി.
അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിന് മേലായ നാമം അതുകൊണ്ട് മാത്രമാ കേട്ടോ ദൈവം അവനെ ഉയർത്തി സകല നാമത്തിനും. ആ താഴ്മ നിമിത്തം, ആ അനുസരണ നിമിത്തം ദൈവം അവനെ ഉയർത്തി. അങ്ങനെ യേശുവിന്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും. എൻ്റെ യേശുവിനെ ഉയർത്തി 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 സ്വർഗത്തോളം ഉയർത്തി സ്വർഗീയ തേജസ്സിൽ വസിക്കുവാനാക്കി. അതുപോലെ തന്നെ എന്നെയും എന്ത് ചെയ്യും? ഞാൻ ക്രൂശിൽ മരണത്തോളം അനുസരണമുള്ളവനായി തീരണം. ഇവിടെ ഫിലിപ്പിയ സഭയെ ഇവരൊക്കെ ഓർപ്പിക്കുന്നതിൻ്റെ കാരണം യേശുവിൽ സമർപ്പിക്കുക, യേശു ആരാന്ന് മനസ്സിലാകുക, ആ കാൽപാദങ്ങളെ ആ വഴികളെ പിന്തുടരുക. അല്ലാതെ ഒരു മാർഗവും ഇവിടെ ഐക്യത കെടുത്തുന്ന, സമാധാനം കെടുത്തുന്ന, സന്തോഷം കെടുത്തുന്ന, അവരുടെ ആത്മീയ സന്തോഷത്തെ കെടുത്തുന്ന അനുഭവങ്ങളൊക്കെ സഭയിൽ വന്നപ്പോൾ ആ കാര്യങ്ങൾ ഓരോന്ന് ഓർപ്പിച്ചിട്ട് യേശുവിനെ പിൻപറ്റുക, ആ മനസ്സ് തന്നെ നിന്നിലാകുക. എന്നിട്ടാണ് പറഞ്ഞത് യേശു എങ്ങനെയാണ് ഉയർത്തിയത്. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷത്തിലും 1 പത്രോസിലും ഒക്കെ എഴുതിയിട്ടുണ്ട്, ദൈവസന്നിധിയിൽ നീ നിന്നെ തന്നെ താഴ്ത്തിയാൽ ദൈവം നിന്നെ എന്ത് ചെയ്യും? ഉയർത്തും. പ്രൈസ് ലോർഡ്. അപ്പോൾ യേശുവിൻ്റെ പാദങ്ങളെ പിൻപറ്റുവാൻ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങൾ എന്തുവാ പ്രാപിക്കേണ്ടത്? ആരും എന്നെ പുകഴ്ത്തിയില്ലേലും ഒരു കുഴപ്പവുമില്ല, ആരും എൻ്റെ കൂടെ നിന്നേലും ഇല്ലേലും ഒരു കുഴപ്പമില്ല, നിന്നാലും നിന്നില്ലേലും ഞാൻ യേശുവിനെ പിൻപറ്റും. അതുകൊണ്ട് ആരും എൻ്റെ കൂടില്ലാതെ ഒന്നും ചിന്തിച്ചോർത്ത് ഭാരപ്പെടേണ്ടില്ല. യേശു നിൻ്റെ കൂടില്ലെങ്കിൽ ഇച്ചിരി ചിന്തിക്കണം. ഇച്ചിരി കുടുംബം മുഴുവനും ഉണ്ട്, കൂട്ടുകാരുണ്ട്, സഭയുണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ട്, അസോസിയേഷൻ നിൻ്റെ കൂടെ ഉണ്ട്, രാഷ്ട്രീയക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ യേശു നിൻ്റെ കൂടെ ഇല്ലെങ്കിൽ പേടിക്കേണ്ട വിഷയമാണ്. എല്ലാവരോട് ഈ പറയുന്ന നിൻ്റെ കോണ്ടാക്ട്സും നീയും ഉൾപ്പെടെ മഹാപീഡന കാലത്ത് കിടന്ന് നിലവിളിക്കേണ്ട വരും. അന്തിക്രിസ്തുവിൻ്റെ കാലത്ത് അങ്ങനെ വരാതിരിപ്പാൻ എന്ത് ചെയ്യണം? യേശുവിൻ്റെ കൂടെ ആണോ നടക്കുന്നത്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യണം. 15 വാക്യം വായിച്ച് നിർത്തുക. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എല്ലാ നാമവും യേശു കർത്താവെന്ന്. യേശു ആരാന്ന് മനസ്സിലാക്കണം. യേശു അനുവദിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല. യേശു ഒരു വഴി തുറക്കാതെ ഒരു വഴിയും തുറക്കത്തില്ല. യേശു ഒരു വഴി അടച്ചാൽ അതെന്തുവാണ്? എൻ്റെ മിടുക്കൊണ്ടൊന്നും അല്ല ദൈവമക്കളെ. എന്തെങ്കിലും നന്മ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം, എന്തെങ്കിലും എൻ്റെ എനിത്തിങ്, എന്തെങ്കിലും ചെറിയ വിഷയം പോലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ആരനുവദിക്കണം? എല്ലാ മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടക്കുമാറ് അവൻ ശ്രേഷ്ഠനാണ്. ദൈവമക്കളുടെ മുഴങ്കാൽ മാത്രമല്ല, ഈ ലോകത്തിൽ എന്തെങ്കിലും സംഭവിക്കണം, ഈ ദേശത്ത് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ, ജാതികളുടെ മധ്യത്തിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ആരനുവദിക്കണം? അതുകൊണ്ട് എല്ലാ മുഴങ്കാലും മടങ്ങും. അവരെല്ലാവരും പറയും ആരാണ്? യേശു അനുവദിക്കാതെ ഒരു രക്ഷയില്ല. വിടുതൽ എവിടുന്ന് മാത്രമേ ഉള്ളൂ ദൈവമക്കളെ? യേശുവിൻ്റെ സൗഖ്യം എവിടെ നിന്ന് മാത്രമേ ഉള്ളൂ? നമ്മളൊക്കെ നമ്മുടെ പല വിഷയത്തിന് മരുന്നുകൾ കഴിക്കുകയും പല പ്രൊസീജിയേഴ്സ്, മെഡിക്കൽ പ്രൊസീജിയേഴ്സിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നവരാ. കാര്യം നമുക്കതേ പറ്റുന്നുള്ളൂ. പക്ഷെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, സൗഖ്യം വരണമെങ്കിൽ എവിടെ നിന്ന് മാത്രമേ വരത്തുള്ളൂ? നമ്മൾ എന്തുവാ ചെയ്യുന്നത്? നമ്മൾ പല കെമിക്കൽസ് കഴിച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ ശ്രമിക്കുക. അതിങ്ങനെ കുറേ കഴിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ, ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ, ഒരാഴ്ച കഴിച്ചില്ലെങ്കിൽ നമ്മൾ കഷ്ടത്തിലാവും. അപ്പം സൗഖ്യം ലഭിച്ചു എന്നല്ല എൻ്റെ അർത്ഥം. ഒരു ബാലൻസ്, നമ്മളൊരു കെമിക്കൽ ഹോർമോണൽ ഇംബാലൻസ് വരാതെ നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു? നമ്മളതിൻ്റെ കേടുള്ള അവയവത്തിനൊക്കെ കുറച്ച് സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുത്ത്, നമ്മൾ കുറച്ച് കെമിക്കലും ഒക്കെ കൊടുത്ത് പല പ്രൊസീജിയേഴ്സിൽ കൂടി കടന്നു പോയി സൗഖ്യം ലഭിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മൾ ഭയത്തിലാണ്. മെഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ കറക്റ്റ് സമയത്ത് നടന്നില്ലെങ്കിൽ ഞാൻ ജീവിക്കുമോ ചത്തുപോകുമോ എന്നുള്ള ഭയത്തിലാണ്. സൗഖ്യം എനിക്കും നിങ്ങൾക്കും എവിടുന്ന് മാത്രമേ കിട്ടത്തുള്ളൂ? പ്രൈസ് ലോർഡ്. വിടുതൽ യേശുവിൻ്റെ സന്ധി, ഡെലിവറൻസ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്ധിയിൽ ഏതൊരു വിഷയത്തിലും, ഒരു ജോലി ആയിക്കോട്ടെ, കുടുംബ വിഷയമായിക്കോട്ടെ, മക്കളുടെ വിഷയമായിക്കോട്ടെ, ഏതൊരു വിഷയവും അതിന് വിടുതൽ, അതിനൊരു വഴി തുറക്കുവാൻ, അതിനൊരു തീരുമാനമെടുക്കുവാൻ എനിക്ക് കഴിയത്തില്ല. ഒരു തീരുമാനമെടുക്കുവാൻ എൻ്റെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അത് നമ്മൾ മനസ്സിലാക്കണം. യേശുവാണ് എല്ലാം, യേശുവിൽ നിന്നാണ് എല്ലാ വിടുതലും. എല്ലാവരും ഏറ്റുപറയണം ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ. ഒന്നുമില്ലേലും നമ്മുടെ ഈ ട്രാൻസ്ലേഷനിലുള്ള എററിൽ ഈ നീ എന്നുള്ള വിളിയെങ്കിലും ഒന്ന് ആദ്യം നമുക്കൊന്ന് നിർത്താം. നമുക്കത് നിർത്താം. കാത്തലിക്സൊക്കെ പണ്ടേ ആ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്.
ദൈവമക്കൾക്കാണ് ഇപ്പോൾ ഈ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ആ ട്രാൻസ്ലേഷൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് അറിയാതെ ഈ വചനങ്ങൾ അങ്ങനെ എഴുതിപ്പോയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഇത്രയും വലിയവനായ ദൈവം കർത്താവാണ് പിശാചിനെ നിയന്ത്രിക്കുന്നത്, കർത്താവാണ് എൻ്റെ ജീവിതം നിയന്ത്രിക്കുന്നത്, എൻ്റെ ആയുസ് നിയന്ത്രിക്കുന്നത്, എല്ലാം എൻ്റെ ജീവിതത്തിൽ നിയന്ത്രിക്കുന്നത് ആ യേശുവിനെ കൊടുക്കേണ്ട ബഹുമാനം നമ്മുടെ വിളിയിലും നമ്മുടെ ബൈബിൾ വായിക്കുമ്പോഴും പാടുമ്പോഴും എല്ലാം നമുക്ക് ചെയ്യുവാൻ നമുക്കത് അവൻ എത്ര വലിയവൻ, എന്നാലും നമുക്കൊരു റെവറൻസ് വരത്തുള്ളൂ. ആ കർത്താവിനെ നീന്ന് വിളിച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു സിസ്റ്റമുണ്ട് നമ്മളുടെ. നമ്മൾ അങ്ങേന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ സാറേന്നും അങ്ങേന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബഹുമാനിച്ചു പോകും. ഒരാൾ നീന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ബഹുമാനിക്കത്തില്ല. പലർക്കും യേശു വെറും പണ്ട് വന്നൊരു മനുഷ്യൻ മാത്രമായിരിക്കുമ്പോൾ അപ്പോസ്തലൻ പറയുന്നു, അങ്ങനല്ല ഞാൻ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കർത്താവിൻ്റെ തേജസ് കണ്ടപ്പം തൊട്ട് എനിക്ക് മനസ്സിലായി, തേജസ്കരിക്കപ്പെട്ടവനായ യേശുവിൽ, തേജസ്സിൽ വസിക്കുന്ന യേശുവിനെ ഞാൻ കണ്ടു. അല്ലല്ല, ഈ ദിവസങ്ങൾ അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് ദർശനത്തിലെങ്കിലും ഒന്ന് കാണുവാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ആ ദർശനം കാണുമ്പോൾ എൻ്റെ ദൈവം എത്ര വലിയവനാണെന്ന് അറിയുമ്പോൾ മാത്രമേ ഈ ലോകത്തിലെ ഏത് ശ്രേഷ്ഠമേറിയ പണികളാണെങ്കിലും, എവിടുത്തെ ലോകത്തിലെ നന്മ ഒന്നും അതിൻ്റെ മുമ്പിൽ ഒന്നുമില്ല. ഏതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്, ഏതാണ് പിൻപറ്റേണ്ടതെന്ന് ഒരു വ്യക്തമായ ഒരു ധാരണ നമുക്ക് കിട്ടത്തുള്ളൂ. ആ കർത്താവിനോട് ഒരു സ്നേഹം. എൻ്റെ കർത്താവ് ഒരു വഴി അടച്ചാൽ ആര് പിടിച്ചു? അതുകൊണ്ട് പിശാചിനെ അല്ല പേടിക്കേണ്ടത്, എൻ്റെ കർത്താവിനെ സ്നേഹിക്കുവാൻ, എൻ്റെ കർത്താവിനെ ഭയപ്പെടുവാൻ ഒരു ആത്മാർത്ഥത കർത്താവിനോട് വരട്ടെ. ഒരു വാക്യം കൂടി ഇതിനോട് ചേർന്ന് ഞാനൊന്ന് വായിച്ചിട്ട് നിർത്താം. 1 യോഹന്നാൻ 4:2-3 വായിച്ചു. ഏതാത്മാവിനെ വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യും. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, ഇത് സഭയോട് പറയുന്ന കാര്യമാണ്. നിങ്ങൾ വിചാരിക്കും യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കാത്തവൻ ആരും ദൈവത്തിൽ നിന്നുള്ളവനല്ലെന്ന് പറയുമ്പോൾ ജാതികളിലുള്ള അല്ല. ഏത് ആത്മാവാണ് ഒരുവനിലുള്ളതെന്ന് വിവേചിച്ചറിയുവാൻ സഭയോട് 1 യോഹന്നാൻ്റെ ലേഖനങ്ങൾ വളരെ ഡീപ്പാണ്. അപ്പം വെറും ഒരു സാധാ വിശ്വാസിയോടും ഉള്ളതല്ല, ജാതികളോടും ഉള്ളതല്ല. അവൻ ഓരോരുത്തരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് അവരേതിനാണ് ഫോക്കസ് കൊടുക്കുന്നത് അതിൽ നിന്ന് മനസ്സിലാവും. വായിച്ചു. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. ആ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് എന്ത് ചെയ്തു? ലോകത്തിൽ ഓൾറെഡി അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതിപ്പോൾ തന്നെ ലോകത്തിൽ. ഇവിടെ ഒരു ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. അന്തിക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഒരാത്മാവ്. ആ ആത്മാവ് എപ്പോഴും ക്രിസ്തുവിൻ്റെ എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കർത്താവിന് അത്രയും ഫോക്കസ് ഒന്നും കൊടുക്കണ്ട. ഈ ലോകമനുഷ്യർ പറഞ്ഞു ദൈവം പാതി. പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, സമുദായക്കാരനാണ്, ഒരു അടുത്ത കൂട്ടുകാരനാണ്, എന്നോട് പറഞ്ഞു ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ ദൈവം പാതി മനുഷ്യൻ പാതി എന്ന്. ഞാനും അവനോട് ചോദിച്ചു, എവിടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? അവരൊക്കെ അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്, വല്ല അച്ഛൻ അങ്ങനെ പ്രസംഗിച്ച് കാണും, ദൈവം പാതി മനുഷ്യൻ പാതി. അങ്ങനൊന്നും അല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമ്മൾ സഹായിക്കുക കർത്താവിനെ ബാക്കി കാര്യം ചെയ്യാൻ. നോ, പ്രൈസ് ലോർഡ്. ദൈവമാണ് എല്ലാം. അപ്പം ദൈവമാണ് എല്ലാം എന്ന് വിശ്വസിക്കാൻ കഴിയാത്തവന് കർത്താവിനെതിരെയാണ് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിനെ രക്ഷിതാവ് അല്ലെങ്കിൽ യജമാനനായിട്ട് കർത്താവായിട്ട് എൻ്റെ മേൽ കർത്തൃത്വം വഹിക്കുവാൻ ഞാൻ സമ്പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ യേശുവിൻ്റെ ആത്മാവിനാൽ അല്ല ഭരിക്കപ്പെടുന്നതെന്ന് തന്നെയാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അല്ലാതെ എല്ലാവരും രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? യേശുവിനെ എന്ന് തൊട്ട് എൻ്റെ കർത്താവായിട്ട് സ്വീകരിക്കുന്നു എന്ന് വാക്ക് പറഞ്ഞിട്ടാണ് സ്വീകരിക്കുന്നത്. അതല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അല്ല, ഏതാത്മാവാണ് ഓരോരുത്തരും വർക്ക് ചെയ്യുന്നതെന്ന് അവരെ വിവേചിച്ചറിയുവാനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വിവേചിച്ചറിയുന്നത് എങ്ങനെയാണ്? അവൻ ഏതിനാണ് ഫോക്കസ് കൊടുക്കുന്നത്? ലോകത്തിനാണോ ഫോക്കസ് കൊടുക്കുന്നത്? അവൻ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിലായിപ്പോയി. അവൻ്റെ ക്ഷീണം കൊണ്ടായിരിക്കും. ഒരുവൻ യേശുവിനാ ഫോക്കസ് കൊടുക്കും. എൻ്റെ ജീവിതം കർത്താവിന്, ഞാൻ ചെയ്യുന്നത് എൻ്റെ ഓട്ടം അധ്വാനവും എൻ്റെ എഫേർട്സ്. ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരാ, പൂർണ്ണസമയം കർത്താവിൻ്റെ വേലയിലുള്ളവരല്ല. ഞാനും ചെയ്യുന്നുണ്ടെന്നേ, നിങ്ങളെക്കാൾ കൂടുതൽ വേർക്കുന്നുണ്ട്. കർത്താവ് അറിയും, ഓടുന്നുണ്ട്. സത്യമാണ്. രാത്രി വരെ 12 മണി 1 മണി വരെ ഇരുന്ന് പല വർക്കുകൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും അതുകൊണ്ട് പൂർണ്ണസമയം കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ മാത്രമല്ല, നമ്മളെല്ലാവരും ദൈവം വിളിച്ചിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്.
അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ യേശുവിന് വേണ്ടി പ്രവർത്തിക്കുക, യേശുവിന് വേണ്ടി സംസാരിക്കുക. നമ്മുടെ ഫോക്കസ് മാറിപ്പോകല്ലേ. അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയാൽ നിങ്ങൾ കർത്താവിനുള്ളവരല്ല. അതുകൊണ്ട് ഒരുവനെ ഭരിക്കുന്ന ആത്മാവേദാൻ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർമ്മലത വിട്ട് ലോകത്തെ സ്നേഹിക്കാൻ പോയാൽ അവൻ വഷളായിപ്പോയി എന്ന് എത്ര വ്യക്തമായിട്ടാണ് ഇതിൻ്റെ അടുത്ത ലേഖനത്തിൽ തന്നെ അല്ലേ, യാക്കോബിൻ്റെ ലേഖനത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ ഏത് മനുഷ്യനാണ്, യേശുവാണ് എൻ്റെ കർത്താവ്, യേശു ഒരുക്കുന്നത് മതി. അവനെ ഭയപ്പെടുവാൻ സകല നാവും, ഇവിടെ ഫിലിപ്പിൽ എഴുതിയിരിക്കുന്നത് സകല നാവും അവൻ്റെ മുമ്പിൽ മടങ്ങും. സകല നാവും പറയും ഹീ ഈസ് ലോർഡ്, ഹീ ഈസ് മാസ്റ്റർ ഓവർ മീ. അത് നമ്മൾ മാത്രമല്ല, ലോകം മുഴുവനും അത് അംഗീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാകേണ്ട കാര്യം, നമ്മൾ പല വിഷയത്തിന് ഭയം കൊണ്ടിടും. അയ്യോ നാളെ എന്തായിത്തീരും, പല വിഷയത്തിന് ചിന്തകളാണ്, ഭയമാണ്. ഇങ്ങനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഒരു വ്യക്തി, ഹീ ഈസ് ലോർഡ്, എൻ്റെ യജമാനൻ തീരുമാനിക്കും. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളോട്, ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഒത്തിരി കൊച്ചിനോട് എനിക്കിപ്പം ചോദിക്കാൻ പറ്റുന്നില്ല, മറുപടി പറയാനായിട്ടില്ല. യെസ്, ഇവിടെ അല്ലാത്ത കുഞ്ഞുങ്ങളുണ്ടല്ലോ, കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സ്കൂൾ തുറക്കുമ്പോൾ എന്ത് ഈ ബാഗും ഇതൊക്കെ ഉണ്ടോ, വാട്ടർ ബോട്ടിൽ, അതെൻ്റെ പപ്പ നോക്കിക്കോളൂ, അല്ലെ മമ്മി നോക്കിക്കോളൂ, അങ്ങനെയല്ലേ കുഞ്ഞുങ്ങൾ പറയത്തുള്ളൂ. വേറെ ഫീസ് അടയ്ക്കും. നിങ്ങൾ ഇതിനെപ്പറ്റി വല്ലതും ചിന്തിച്ചോ? 3 മാസം അല്ലെ 4 മാസത്തെ ഒരു സെമിസ്റ്റർ ഫീസ് അല്ലെങ്കിൽ ഒരു ടേം ഫീസ് ഒന്നിച്ചു കൊണ്ട്, ചില സ്കൂളിലൊക്കെ അത് 50,000 75,000 ഒക്കെയാണ് ഒന്നിച്ചു കൊണ്ട് അടയ്ക്കും. ഇതെങ്ങനെ അടയ്ക്കും എന്ന് വല്ലതും കുഞ്ഞിനോട് ചോദിക്കും. നിങ്ങളും ചോദിക്കുക, കുഞ്ഞിട്ടായിരുന്നേ അതൊക്കെ കറക്റ്റ് സമയത്ത് പപ്പ എങ്ങനെയെങ്കിലും അല്ലെ മമ്മി എങ്ങനെയെങ്കിലും അത് അടച്ചോളും, അങ്ങനെയല്ലേ കുഞ്ഞുങ്ങൾ പറയുന്നത്. അപ്പം അതെന്തുകൊണ്ടാണ്? കുഞ്ഞുങ്ങൾക്കറിയാം അവരുടെ പേരൻസ്, ചില പേരൻസിനെ പറ്റി ചിലപ്പം അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലായിരിക്കും, അല്ലെങ്കിൽ സാധാരണ കുഞ്ഞുങ്ങൾക്കറിയാം എൻ്റെ അപ്പനും അമ്മയും, അത് ഞാൻ ചിന്തിക്കേണ്ട കാര്യമല്ല, ഞാൻ ഭാരപ്പെടേണ്ട കാര്യമല്ല, അതെൻ്റെ അപ്പനും അമ്മയും നോക്കിക്കോളും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഭാരത്തിന് സ്ഥാനമില്ല. പിശാച് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന ചിന്ത, പിശാചെ അതാര് നോക്കിയോളും? എൻ്റെ കർത്താവ് നോക്കിക്കോളും. അല്ലല്ലേ. അതുകൊണ്ട് യേശുവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത്, കർത്താവിനെ ബഹുമാനിച്ച്, കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഓരോ വാക്കും നമ്മൾ രാവിലെ എഴുന്നേറ്റ്, കർത്താവെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ നീ അങ്ങയുടെ ഇഷ്ടം നടന്നാൽ മതി ലോർഡ്, ഹല്ലേലൂയ, ദൈവ ഇഷ്ടത്തിനായിട്ട് എന്നെ സമർപ്പിക്കും. നമ്മൾ ഈ ശുശ്രൂഷയുടെ വിഷയമായിരിക്കും, കുടുംബത്തിൻ്റെ വിഷയമായി തീരുമാനമെടുക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങയുടെ ഇഷ്ടം, ഞാൻ നാളെ എവിടെ താമസിക്കണം, എവിടെ ആയിരിക്കണം, എന്ത് തീരുമാനമെടുക്കണം, കർത്താവേ ഞാനല്ല അത് ഭാരപ്പെടേണ്ടത്, ആരാ? തക്ക സമയത്ത് കർത്താവ് പറയും എന്ത് ചെയ്യണം, അതനുസരിച്ച് നമ്മൾ ചെയ്യും. എന്തൊരു ടെൻഷൻ ഫ്രീ ജീവിതമല്ലേ ക്രിസ്തുവിലുള്ള ഒരു ജീവിതം. ശരിക്കും എന്താ പറയും? ടെൻഷൻ ഫ്രീ ജീവിതമാണ്. പ്രൈസ് ലോർഡ്. അങ്ങനെ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പിശാചോ ഇവിടുന്ന് ഇപ്പം നമ്മൾ ദൈവസന്ധിയിലായതുകൊണ്ട് വളരെ സന്തോഷത്തിനും പ്രത്യാശയില്ല. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് നമ്മുടെ ഉള്ളിൽ ചിന്തകളുടെ എന്തായിത്തീരും, എങ്ങനെ ചെയ്യും എന്ന ഓരോ പ്രശ്നങ്ങൾ കൊണ്ടിട്ട് നീറി നമ്മളെ പിശാചാണ് നമ്മളെ നീറ്റിക്കുന്നത് കേട്ടോ. സ്തോത്രം. കർത്താവിൽ പ്രത്യാശ വെക്കാം. ദൈവം ഞങ്ങളെല്ലാവരും സഹായിക്കട്ടെ. തുടർന്നുള്ള